ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ടാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, അതായത് കറുവപ്പട്ട പൊടിച്ചത്. ഞാനിതിവിടെ വീട്ടിൽ തന്നെ ഇപ്പം തന്നെ പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ആവശ്യമുണ്ട്. ഇനി ഒരു ആപ്പിൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട വേണം. പിന്നെ നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ വേണം. ഞാൻ ഇടുമ്പോൾ ഞാൻ പറയാം ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത്. പിന്നെ 2 ആപ്പിൾ ഇതേപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹണി വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പൊടി, ഇതെല്ലാം ഞാൻ സ്ലൈഡിൽ ഇടാൻ പരമാവധി ശ്രമിക്കാം. പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് 1/4 കപ്പ്, അതായത് ഓട്സ് 1/4 കപ്പ്, അതേപോലെ 1/4 കപ്പ് മൈദ ഫ്ലവർ, ഓട്സും മൈദയും. ഈ ഓട്സ് ഞാൻ ഒന്നുകൂടി മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ 1/4 കപ്പ് എന്ന് പറയുമ്പോൾ കപ്പ് എടുക്കാൻ പോയതാണ് ഞാൻ. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന കപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും 1/2 കപ്പ്, 1/4 കപ്പ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ തന്നെ 1/2 കപ്പ് എന്ന് പറയുന്നത് 125 ml ആണ്. 1/4 കപ്പ് എന്ന് പറയുന്നത് 60 ml ആണ്. അപ്പോൾ 125ഉം 60ഉം 155 ml ആണ് 1/4 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത്. ഇത് കറക്റ്റ് അളവ് എടുക്കണേ. അപ്പോൾ ഇങ്ങനെ എഴുതിയത് കപ്പല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 185 ml നിങ്ങളുടെ ഉള്ള കപ്പ് വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഈ പൊടി റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അതായത് ഓട്സ് ഫ്ലവറും മൈദ ഫ്ലവറും കൂടി നമ്മൾ മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് പൗഡർ, അതേപോലെ ഉപ്പ്, അതേപോലെ പഞ്ചസാര. ഇത് മൂന്നും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊടി കുഴച്ച് കൊടുക്കുക. ഇങ്ങനെ പൊടി നമ്മൾ തെള്ളിയെടുക്കില്ലേ, അതേപോലെ ആക്കുക. ഇനി ഇതിലേക്ക് മുട്ടയും നെയ്യും ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഒന്ന് ടീസ്പൂൺ എടുക്കട്ടെ. അതേപോലെ മുട്ടയൊന്ന് പൊട്ടിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇനി ഇതിലേക്ക് ബട്ടർ, ഇത് അൺസോൾട്ടഡ് ആണ്. നമുക്ക് 6 ടേബിൾ സ്പൂൺ, ഇതെൻ്റെ ടേബിൾ സ്പൂണാണ്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കണം. 1, 2, 3, 4. 4 ഒഴിക്കുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് മതിയെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മതിയോന്ന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് നോക്കുക. ഒരു ടേബിൾ സ്പൂണും കൂടി വേണ്ടി വരും. 5 ടേബിൾ സ്പൂൺ മതി. കാരണം മുട്ടയുടെ ആ ഒരു ഇതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള സ്പേസ് കൂടി നമ്മൾ കണ്ടെത്തിയേ പറ്റും. അപ്പോൾ 5 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബട്ടർ ചേർത്താൽ മതി. നമ്മൾ പൊടി എടുക്കുമ്പോൾ ചെറുതായി ഹീപ്പ് ചെയ്തെടുത്താൽ, അല്ലെങ്കിൽ ഹീപ്പ് ചെയ്യാതെ നമ്മൾ എന്താ പറയുക വടിച്ചെടുക്കില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വ്യത്യാസം വരുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റികൾ കറക്റ്റായിരിക്കണം. ഓക്കെ. ഇനി മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈസിക്ക് വേണ്ടി അതിൽ തന്നെ ഒന്ന് ഇതാക്കിയെടുത്താണ്.
ഓക്കെ, നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിനും കൂടിയുള്ള സ്പേസ് നമ്മളുടെ ഫ്ലവറിൽ ഉണ്ട്. ഇനി ഞാനിതൊന്ന് നന്നായിട്ട് കുഴക്കട്ടെ. അത് വീഡിയോയിൽ കാണിക്കണ്ടല്ലോ, എൻ്റെ സമയം ഭയങ്കര ലെങ്തി വീഡിയോ. കുഴച്ചിട്ട് ഞാൻ ആ കേക്ക് പാനൊന്നും എടുക്കട്ടെ, ആവശ്യമില്ലാത്ത പാത്രങ്ങളൊന്നും മാറ്റട്ടെ. ഓക്കെ, അപ്പോൾ ഇതേ ഈ പരിവായിട്ടുണ്ട് നമ്മളുടെ ഫ്ലവർ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കണുള്ളൂ. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം കേട്ടോ. അപ്പോൾ 1 2 3 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് ഞാൻ ഒരു ലൂക്ക് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. തണുത്ത വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ലൂക്ക് വാം പരുവത്തിലുള്ള വെള്ളം എടുത്താൽ മതി. നമ്മൾ കേക്ക് ബാറ്റർ പോലെ അത്രയും ലൂസ് ആവേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇനി ബേക്കിംഗ് പാൻ എടുക്കാം. അപ്പോൾ ബേക്കിംഗ് പാൻ ഡബിളായിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഡബിളായിട്ട് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ ഇതിലേക്ക് വയ്ക്കാം. എന്നിട്ട് പരത്തി കൊടുക്കാം. ഇങ്ങനെ ആക്കിയിട്ട് പരത്തി കൊടുക്കാം. കൈമ ഇത്തിരി ബട്ടർ പരട്ടിയതിന് ശേഷം പരത്താം. അപ്പോൾ ഇത് പരത്തി കഴിഞ്ഞു. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ആപ്പിള് ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. ആപ്പിൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് ആപ്പിള് മിക്സിയിൽ ഇട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഞാനിതിലൊരു 1/2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നിങ്ങളുടെ സൗകര്യം എല്ലായിടത്തേക്കും ഒന്ന് ഈവനായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ആപ്പിളിലേക്ക് നമ്മളുടെ സിനമൺ പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സിനമൺ പൗഡറാണെങ്കിൽ ഇങ്ങനെ കോലൊന്നും ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെ ഇവിടെ പൊടിച്ചതാണ്. അപ്പോൾ സാധാരണയായിട്ട് എന്ത് കാര്യത്തിനും സ്പൈസസ് ഞാൻ അപ്പം തന്നെ പൊടിച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഇനി ജാതിക്കയുടെ പൊടി, നട്ട്മെഗ് പൗഡർ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കുറച്ചും കൂടി സ്വീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിതിപ്പോൾ ഇത് 1/2 ടീസ്പൂണാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഹണി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, 1/2 ടീസ്പൂൺ കേട്ടോ. ഇനി ഈ ആപ്പിള് ഒരു 2 മിനിറ്റ് ഞാൻ നമ്മളുടെ ഓവനിൽ ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തിട്ട് കൊണ്ടുവരട്ടെ. 2 മിനിറ്റ് ഒരു എന്താ പറയുക 180, സാധാരണ നമ്മൾ വെക്കുന്ന നോർമൽ ടെമ്പറേച്ചർ 180. ഓക്കെ, അപ്പോൾ ഇത് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 മിനിറ്റാണ് വെച്ചത്. ഇനി പതുക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ചൂടുണ്ട്. എന്നിട്ട് ബേക്ക് ചെയ്യാൻ പോകണം. ഹായ്, അപ്പോൾ ഞാൻ പൈ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോറി, പൈ അല്ല, ടാർട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഞാനത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ വെച്ചത്. ബേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ബേക്കിംഗ് ഞാൻ ചെയ്തത് 180 ഡിഗ്രിയിൽ 1 hour വെച്ചിരിക്കുന്നത്. അതിൽ 30 minutes, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബട്ടർ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറിൻ്റെയും എന്താ പറയുക, ഒരു വട്ടത്തിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ടാർട്ട് മധുരം കൂടുതൽ ആവശ്യം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ചും കൂടിയും മധുരമുള്ള ടാർട്ടാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ലെമൺ ഇട്ടിട്ടില്ല. കാരണം അത്രയും എന്താ പറയുക, പുളിയുള്ള ടാർട്ട് ഇവിടെ അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം കൂടുതൽ ആണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ബട്ടർ ഒഴിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്പിൾ ടാർട്ട്, ഞാൻ ഉണ്ടാക്കിയ ആപ്പിൾ ടാർട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, വലിയവർക്കും നല്ല ഇഷ്ടപ്പെടും. ഈസിയാണ്. അപ്പോൾ എന്താ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.